Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ റെഡ്മിയിൽ പുതിയതായി വരുന്ന അപ്ഡേറ്റിനെ പറ്റിയാണ് MI UI 12. അപ്പോൾ ആ അപ്ഡേറ്റിൽ വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ഡേറ്റഡ് വേർഷൻ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone, I'm alright. It's so cold. നമുക്ക് ഫസ്റ്റ് തന്നെ അപ്ഡേറ്റ് വരുമ്പോൾ ചേഞ്ച് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കോണ്ടാക്റ്റിന് എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ കോണ്ടാക്റ്റിന് വലിയ രീതിയിലൊന്നും ചേഞ്ചുകൾ വരുത്തിയിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഇവിടെ ഈ ഒരു വരുന്ന ഭാഗത്ത് നമ്മുടെ കോണ്ടാക്റ്റിലോട്ടും അതുപോലെ കോൾ ലിസ്റ്റിലോട്ടും പോകുന്ന രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. ഈ രണ്ട് ഐക്കൺ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ ഒരു ആനിമേഷൻ നമുക്ക് നല്ല രീതിയിലും ചെറുതായി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എബൌട്ട് ദിസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിസ് പേജിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു എബൌട്ട് ലിസ്റ്റിൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സെറ്റിങ്സ് എടുത്താൽ സാധാരണ രീതിയിലുള്ള സെറ്റിങ്സിൽ നിന്നും കുറച്ച് അഡ്വാൻസ് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നേരത്തിൽ നിന്നും കുറച്ച് ഫീച്ചേഴ്സുകൾ എക്സ്ട്രാ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് വരുന്നുണ്ട് പഴയതിൽ നിന്നും. പിന്നീട് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ചേഞ്ച് വരുമ്പോൾ മാറുന്നത് നമ്മുടെ അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ MI UI 12 ആകുമ്പോൾ രണ്ടാമത് ചേഞ്ച് വരുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ മെസ്സേജിൽ ചേഞ്ച് വരുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് റെഗുലർ ഉണ്ട്, സെക്കൻഡ് വൺ പ്രൊമോഷണൽ ഉണ്ട്, തേർഡ് വൺ റെഗുലർ ഉണ്ട്. അങ്ങനെ മൂന്നായി നമ്മൾക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് രീതിയിൽ പ്രൊമോഷണലും റെഗുലറും കൊടുത്തേക്കുന്നത് എന്ന് എനിക്കും കൃത്യമായി അറിയില്ല. അത് കൃത്യമായി ഞാൻ നിരീക്ഷിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇവിടെയൊക്കെ ചെറിയൊരു ചേഞ്ചും ബോർഡറൊക്കെ ഒന്നും ചെറുതായി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അല്ല വലിയ രീതിയിലൊന്നും മെസ്സേജ് ഓപ്ഷനിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. അതിൽ ചേഞ്ച് വന്നിരിക്കുന്നത് പ്രൊമോഷണൽ റെഗുലർ അങ്ങനെ രണ്ട് ഓപ്ഷൻ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മെസ്സേജ് മറ്റുള്ളവർക്ക് അയക്കണമെങ്കിൽ പെൻസിലിന്റെ ആ ഒരു മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇച്ചിരി കടുത്ത ഇപ്പോൾ ബ്ലാക്ക് ഇച്ചിരി കൂടെ കൂട്ടി ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് അവിടെയും കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ചേഞ്ച് വരുന്നത്, നമ്മുടെ MI UI 12 അടുത്ത ചേഞ്ച് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ MI UI ആപ്ലിക്കേഷൻ എല്ലാവരും നോക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയാണ്. എല്ലാവരും ഏതൊരു ഫോണിലെടുത്താലും സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ആപ്ലിക്കേഷനാണ് എല്ലാം ബൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിലെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഇത്. ഇപ്പം നമ്മുടെ ബൂസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആനിമേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അവിടെ ഈ ആനിമേഷൻ ഡിസൈൻസ് എല്ലാം ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാം നമ്മുടെ സെക്യൂരിറ്റിയിലെ ഫുൾ ആനിമേറ്റഡ് രീതികളിലും ക്ലിയർ ചെയ്യുന്നതും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഒപ്റ്റിമൈസിലാണ്. ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്ന് മാറിയിട്ടുണ്ട്. ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ MI UI 12 വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ ഇങ്ങനെ ഒരു രീതിയിലാവും. അഥവാ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ചാനലിൻ്റെ താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ക്ലിയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലെല്ലാം നമുക്ക് കുറേ രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഗെയിം ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതിൽ നമുക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നേരത്തെ ഗെയിം ബൂസ്റ്റ് അല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഗെയിം ബൂസ്റ്റ് വരുമ്പം നമ്മുടെ 3.0 നമ്മുടെ അപ്ഡേറ്റഡ് വരുത്തി മാറ്റുന്നുണ്ട് ഗെയിം ബൂസ്റ്റ്. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഈ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ഗെയിം ബൂസ്റ്റിന്റെ 3.0 എന്ന് പറയുന്ന ഒരു വേർഷനിൽ നമുക്ക് റെഡ്മി ഡിവൈസിലൊക്കെ മാറി കിട്ടുന്നുണ്ട്. നമ്മുടെ ഗെയിം ബൂസ്റ്റ് 3.0 എന്ന് പറഞ്ഞൊരു ചേഞ്ചിൽ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ രീതിയിൽ ഗെയിം ബൂസ്റ്റ് പഴയതിൽ നിന്നും കുറേ അധികം രീതിയിൽ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ പിന്നീട് നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ആയി വരുന്ന ഒരു വേർഷനാണ് ഒരു ആപ്ലിക്കേഷനാണ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ആയി കിട്ടുന്നുണ്ട്.
അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ നമ്മുടെ റെഡ്മി ഡിവൈസിൽ ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ റെഡ്മി ഡിവൈസിൽ MIUI 12 വരുമ്പോൾ 12ന്റെ അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഇടുന്നതാണ്. അപ്പോൾ ആ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പം 10 സ്റ്റെപ്പ് നടന്നെങ്കിൽ ആ സ്റ്റെപ്പ് കറക്റ്റ് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ഹെൽത്ത്, അപ്പോൾ ഈ Mi Band-ലും കാര്യങ്ങളിലും ഒക്കെ വന്ന പോലെയാണ് നമ്മുടെ റെഡ്മി ഫോണിലും ഹെൽത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞ ഗെയിം ടർബോ ബൂസ്റ്റ് 3.0 ആണ്. പഴയതിൽ നിന്നും 3.0 എന്ന് പറഞ്ഞാൽ ഒരുപാടധികം തേർഡ് സീരീസിൽ അപ്ഡേറ്റ് വരുന്ന ഒരു മോഡലാണ് 3.0. അപ്പോൾ 3.0 എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്നും ബൂസ്റ്റ് ചെയ്യുന്നത് കുറേ രീതിയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കോളൊക്കെ വരുമ്പോൾ സാധാരണ ലാഗ് അടിക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ ഫിക്സ് ആക്കിയാണ് 3.0 ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MIUI അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ മാറി കിട്ടുവാണ്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ പാനൽ, അതുപോലെ ഇപ്പം ഡാർക്ക് മോഡ് 2.0 ഇങ്ങനെയൊക്കെ ഉള്ള കുറേ അധികം മോഡ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരുമ്പോൾ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ പഴയതിൽ നിന്നും കുറേ അധികം വ്യത്യാസമുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻ പാനൽ തന്നെ മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ, അപ്ഡേറ്റഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു. അതിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.